പിണറായി വിജയന്റെ നിധി കാക്കുന്ന ഭൂതങ്ങളിൽ ഒരാളായിരുന്നു പി.വി. അൻവർ എന്ന ശോഭാ സുരേന്ദ്രൻ. നിലമ്പൂരിൽ നിന്ന് എൻ.ഡി.എയുടെ ഒരു പ്രതിനിധി നിയമസഭയിൽ ഉണ്ടെങ്കിൽ വന്യജീവി ആക്രമണം ഉൾപ്പെടെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. നിലമ്പൂരിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കും. 6 വരി പാത ഉൾപ്പെടെ ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഇവിടെ നിന്ന് വിജയിക്കാൻ അവസരം കിട്ടി. MLA ഉണ്ടായി, സംസ്ഥാന ഗവൺമെന്റിൽ ഭരണമുണ്ടായി, കേന്ദ്ര ഗവൺമെന്റിൽ പതിറ്റാണ്ടുകൾ ഭരണമുണ്ടായി. എന്നാൽ ഒരു റെയിൽവേ വികസനം ഉണ്ടാകാനും ഒരു റോഡിന്റെ വികസനം ഉണ്ടാകാനും ദേശീയ പാത കാണാനും ഒക്കെ നിലമ്പൂരിലെ ജനതയ്ക്ക് സാധിച്ചത് കേന്ദ്ര തലത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. ആ വികസനം നോക്കിക്കൊണ്ട് ആളുകൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. ഇവിടെ കർഷകരുടെ ഒരു ലീഡറാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. അതിലുപരി അദ്ദേഹം കർഷകരെ സ്നേഹിക്കുന്ന, കർഷക ഹൃദയമുള്ള ഒരു മനുഷ്യനാണ്. കൃഷിക്കാരുടെ ഒരുമിച്ചുള്ള ഒരു സ്നേഹവും പിന്തുണയും, അതുപോലെ തന്നെ എല്ലാ കാർഷിക സേവാ സമ്മാൻ നിധി ശ്രീമാൻ നരേന്ദ്രമോദി ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം കൊടുത്തിട്ടുള്ളത് 17,000-ഓളം വരുന്ന കുടുംബങ്ങളിലേക്കാണെങ്കിൽ ആ 17,000-ഓളം വരുന്ന ഗൃഹനാഥന്മാരും ഗൃഹനാഥകളും തീരുമാനമെടുക്കും കർഷക സമ്മാൻ നിധിയുടെ ഭാഗമായിട്ട് ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച്. നിങ്ങൾ ഏത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി നോക്കിക്കോളൂ, എല്ലാം തന്നെ ഈ നിലമ്പൂരിലേക്ക് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ആശയത്തിന്റെ രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വേദിയിൽ ജനങ്ങളോട് ചോദിക്കും.